പീപ്പിൾ, ഡിബിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 14 ജൂലൈ സോനായി സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു മാർവൽ സ്റ്റുഡിയോസ് ചിത്രമാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്നാണ് ചിത്രം. സത്യം പറഞ്ഞാൽ ഇതിന് ബ്രേവ് ന്യൂ വേൾഡിന് പകരം ഇതിന് ഫാൾക്കോൺ ബ്രേവ് ന്യൂ വേൾഡ് എന്നാണ് വെക്കേണ്ടത്, ക്യാപ്റ്റൻ അമേരിക്ക എന്നല്ല. സ്റ്റീവ് റോബേഴ്സ് എന്ന് പറയുന്ന ഐക്കോണിക് ക്യാരക്ടർ പോലെ അദ്ദേഹത്തിന് എത്താൻ സാധിക്കില്ല, അതെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ അദ്ദേഹം എന്തൊക്കെ കൊണ്ട് ഒപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇതിന് ഫാൾക്കോൺ എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. ഈ സിനിമയുടെ ആകപ്പാടുള്ള പോസിറ്റീവും ഞാൻ കയറി കാണാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിൽ ഹൾക്കിൻ്റെ ട്രെയിലർ കാണിച്ചപ്പോഴാണ്. ഹൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതിൽ അലർച്ച കൊണ്ടുവന്നൊരു സംഭവമുണ്ട്. അത് ചെറിയൊരു പോസിറ്റീവായിട്ട് എനിക്കെടുത്ത് പറയാം. പ്രത്യേകിച്ച് ആ ഫാൾക്കോണും റെഡ് ഹൾക്കും തമ്മിലുള്ള ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ രണ്ട് ചാട്ടവും അടിയൊക്കെ കാണുമ്പം ഞാൻ വിചാരിച്ച് നല്ല റോ ആയിട്ട് പോകുന്നു ഫൈറ്റ്. പക്ഷെ അവിടെ കൊണ്ട് നിന്നില്ല. ഫൈറ്റ് ഒന്ന് കൊഴുത്ത് വന്നായിരുന്നു, പിന്നെ കുറച്ച് കൊണ്ട് മങ്ങിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ലാസ്റ്റത്തെ ഇതെല്ലാം പോട്ടെന്ന് വെച്ചിരിക്കാം. ഈ ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഫൈറ്റ് അത് ഒരുമാതിരി ഗ്രാഫിക്സ് എടുത്ത് വെച്ചിരിക്കണം കാണണം. സിനിമയുടെ ബഡ്ജറ്റ് 180 മില്യൺ, ഏകദേശം 1500 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മണിയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ ഒരു VFX എന്ന് പറയുന്നത് എന്തെന്ത് VFX എന്ന് പറയാൻ പറ്റില്ല. സത്യം പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സിനിമയായിരുന്നു. അതിനെ കൊണ്ടാണ് വലിച്ച് നീട്ടി സ്റ്റോറിയും വീക്കാക്കി. പക്ഷേ റെഡ് ഹൾക്ക് ഈസ് ഓക്കെയാണ്. അതിപ്പോഴും പറയും ഷീ ഹൾക്കിനെക്കാട്ടി ഫാർ ബെറ്റർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. റെഡ് ഹൾക്കിൻ്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആകപ്പാടുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് റെഡ് ഹൾക്കിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ക്ലൈമാക്സ് ഫൈറ്റ് ഇതാണ് എനിക്ക് സിനിമയെക്കുറിച്ച് എടുത്തു പറയേണ്ട പോസിറ്റീവ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാം നോക്കി കഴിഞ്ഞാൽ സിനിമ ആവറേജിനും താഴെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഹൾക്കുള്ളതുകൊണ്ടൊരു പോസിറ്റീവ് എനിക്ക് പ്രത്യേകിച്ച് ഒരു പോസിറ്റീവാണ്. കാരണം വെച്ചാൽ ഞാനൊരു ഹൾക്ക് ഫാൻ ബോയാണ്. ഇൻക്രെഡിബിൾ ഹൾക്കിന് ശേഷം ഒരു ക്രൂഷ്യൽ ഹൾക്കിന് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് ഷീ ഹൾക്കിനെക്കാട്ടി ഫാർ ബെറ്റർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങളുടേതായിരിക്കണം. കാരണം എല്ലാവരുടെ അഭിപ്രായം ഒരുവേള ഇരിക്കത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ എനിക്ക് ഈ സിനിമ ഒരു ആവറേജിന് താഴെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.